അപ്പൊ ഗൈസ് നമുക്ക് അത്യാവശ്യം വലിയ കൊഞ്ച് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് നിർത്തി പഠിച്ചുകൂടാ. ആ ഒരു പ്ലാനിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് മസാലകളൊക്കെ ഇട്ട്, നമ്മുടെ കേരള മസാല അറിയാമല്ലോ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഇച്ചിരി ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നിങ്ങൾക്ക് തോന്നിയ എല്ലാ പൊടിയും ഇടാം. അപ്പൊ അതിനുശേഷം ഈർക്കളെടുത്ത് അത് കുത്തി ഞങ്ങളുടെ പ്ലാൻ ഇത് നിർത്തിപ്പടിക്കൽ തന്നെയായിരുന്നു. ആസ് യു ഓൾ നോ, എനിക്ക് നിർത്തിപ്പിടിച്ച സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നയുടെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടും എന്നയുടെ വില ഭയങ്കര കൂടുതലായതുകൊണ്ടും ഞങ്ങൾ ആ പ്ലാൻ മാറ്റി വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ എങ്ങനെ ഗ്രില്ല് ചെയ്തതെന്ന് വെച്ചാൽ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 300 ഡിഗ്രിയിൽ 10 to 15 മിനിറ്റ്സ് വേവിച്ചു. അതിനേക്കാളും കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് വേവ് കൂടും തോറും റബ്ബർ പോലെ ആവും. അപ്പം അതിൻ്റെ ടെൻഡർനെസ് നമുക്ക് കിട്ടില്ല. അപ്പം ഞങ്ങൾ കറക്റ്റായിട്ട് വേവ് നമുക്കിത് കിട്ടി. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലെടുത്ത് സെറ്റാക്കി വെച്ചു. ചോറിൻ്റെ കൂടെ ഇത് തിന്നാൽ ഒരു രസം കാണത്തില്ല, വെറുതെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾ കണ്ടു നോക്കൂ ഞാൻ കഴിക്കുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്ത നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഇതെന്തായിരുന്നു ഈർക്കലിട്ട് ഗ്രില്ല് ചെയ്ത കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ടേസ്റ്റ് ഗൈസ്. മുഴുത്തത് നോക്കി തന്നെ എടുക്കാം. എന്തില്ലേ ടൂ ഗുഡ്.